നമസ്കാരം. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ നമ്പറിംഗ് സിസ്റ്റത്തിൽ കാര്യമായ മാറ്റം നിർദ്ദേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇത് സമാനമാണ്. പുതിയ തീരുമാനമനുസരിച്ച് കൂടുതൽ കാര്യക്ഷമവും വിശ്വസനീയവുമായ ടെലികോം സംവിധാനം ഉറപ്പാക്കുന്നതിന് വർദ്ധിച്ചുവരുന്ന മൊബൈൽ ഫോണുകളുടെയും കണക്റ്റഡ് ഉപകരണങ്ങളുടെയും എണ്ണം ഉൾക്കൊള്ളാൻ ടെലികോം ബോർഡ് ലക്ഷ്യമിടുകയാണ്. രാജ്യത്ത് മൊബൈൽ ഫോണുകൾക്ക് സമാനമായി ഇനി ലാൻഡ് ലൈനുകളും 10 അക്കത്തിലേക്ക് മാറാൻ ശുപാർശയുമായാണ് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. ശുപാർശ സർക്കാർ അംഗീകരിക്കുന്നതോടെ STD കോഡ് സമ്പ്രദായത്തിന് അവസാനമാകും. സംസ്ഥാന തലത്തിലോ ടെലികോം സർക്കിൾ തലത്തിലോ പുതിയ സംവിധാനം നടപ്പിലാക്കാം. ലൈസൻസ്ഡ് സർവീസ് ഏരിയ എന്നാണ് ഇത്തരം മേഖലകൾ അറിയപ്പെടുക. ഇതോടെ നിലവിൽ മൊബൈൽ സേവനങ്ങൾക്ക് ലഭ്യമായ പോർട്ടബിലിറ്റി അടക്കമുള്ള സേവനങ്ങൾ ലാൻഡ് ലൈനുകളിലും ലഭ്യമാവും. ഫോൺ ഉപയോക്താക്കളുടെ എണ്ണം കുത്തനെ ഉയർന്നതോടെ നമ്പറുകൾക്ക് ക്ഷാമമുണ്ടെന്ന ടെലികോം വകുപ്പിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജൂണിൽ ട്രായ് ഇത് സംബന്ധിച്ച ആലോചന തുടങ്ങിയത്. പുതിയ ശുപാർശ പ്രകാരം ലോക്കൽ കോളുകൾ വിളിക്കാൻ 0 പിന്നാലെ അതത് STD കോഡും 10 അക്ക നമ്പറും ഡയൽ ചെയ്യേണ്ടതുണ്ട്. ഉപയോക്താക്കളുടെ നമ്പർ നിലനിർത്തിക്കൊണ്ട് തന്നെ നിർദ്ദേശം നടപ്പാക്കാൻ സേവനദാതാക്കൾക്ക് 6 മാസം സമയം അനുവദിക്കണം. കണക്ഷൻ വിച്ഛേദിക്കുന്നതും കോളർ ID സംബന്ധിച്ചും ശുപാർശകളുണ്ട്. ഫിക്സഡ് ലൈൻ നമ്പറിംഗിലും ടെലികോം കോഡുകളിലും പരിഷ്കരണം ആവശ്യപ്പെട്ട് ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് നേരത്തെ 2022 ഒരു നിർദ്ദേശവും പുറപ്പെടുവിച്ചിരുന്നു. ടെലികോം ഓപ്പറേറ്റർമാരായും വ്യവസായ വിദഗ്ധന്മാരായും സമഗ്രമായ ചർച്ചകൾക്ക് ശേഷം ട്രായ് ഇപ്പോൾ സിസ്റ്റത്തിൽ പ്രധാന മാറ്റങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. മൊബൈൽ നമ്പറുകൾ പോലെ ലാൻഡ് ലൈൻ നമ്പറുകളും ഉടൻ തന്നെ 10 അക്ക നമ്പറുകളാക്കി മാറ്റുമെന്നതാണ് ഏറ്റവും വലിയ മാറ്റം. ഇത് ലഭ്യമായ നമ്പറുകളുടെ മികച്ച വിനിയോഗത്തിനും നമ്പറിംഗ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനും ഇത് സഹായിക്കും. കൂടാതെ ലാൻഡ് ലൈനിൽ നിന്ന് ലാൻഡ് ലൈനിൽ വിളിക്കുന്നതിന് മുമ്പ് ഉപയോക്താക്കൾ 0 ഡയൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നിരുന്നാലും മൊബൈലിൽ നിന്ന് ലാൻഡ് ലൈനിലേക്കുള്ള ഡയൽ പ്രക്രിയ മാറ്റമില്ലാതെ തന്നെ തുടരും. ഈ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ ടെലികോം കമ്പനികൾക്ക് 6 മാസത്തെ സമയപരിധിയും നൽകിയിട്ടുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ ഓപ്പറേറ്റർമാർ പുതിയ നമ്പറിംഗ് ഫോർമാറ്റുമായി പൊരുത്തപ്പെടുമെന്നാണ് ട്രായ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇന്ന് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഫിക്സഡ് ലൈൻ നമ്പർ പോർട്ടബിലിറ്റി അവതരിപ്പിക്കാനുള്ള പദ്ധതികളും ട്രായ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലാൻഡ് ലൈൻ നമ്പറുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ടെലികോം ദാതാക്കളെ മാറാൻ ഇത് ഉപയോക്താക്കളെ അനുവദിക്കും. നമ്പറിംഗ് മാറ്റങ്ങൾക്ക് പുറമെ എത്രയും വേഗം CNAP അതായത് കോളർ നെയിം പ്രസന്റേഷൻ സർവീസ് പുറത്തിറക്കാൻ ട്രായ് ടെലികോം കമ്പനികൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. ഈ സവിശേഷത ഉപയോക്താക്കളെ അവരുടെ രജിസ്റ്റർ ചെയ്ത പേരുകൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ കോളർമാരെ തിരിച്ചറിയാനും സഹായിക്കും. അങ്ങനെ വഞ്ചനാപരവും സ്പാം കോളുകളും ഉണ്ടാകാനുള്ള സാധ്യതയും കുറയ്ക്കുന്നുണ്ട്. വ്യാജ നമ്പറുകളുടെ ദുരുപയോഗം തടയാൻ വെരിഫിക്കേഷൻ നടപടികൾ ശക്തമാക്കാനും ട്രായ് നിർദ്ദേശിച്ചിട്ടുണ്ട്.